തൻ്റെ കന്യകാത്വം രക്ഷിക്കുന്നതിനു വേണ്ടി 12-ാമത്തെ വയസ്സിൽ വിശുദ്ധ മരിയ ഗൊരേത്തി രക്തസാക്ഷിയായി. കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ ഗണത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധയാണ് മരിയ ഗൊരേത്തി. 1890 ഒക്ടോബർ 16 ഇറ്റലിയിലെ അങ്കോണ പ്രവിശ്യയിൽ കൊറിനാൾഡോ എന്ന സ്ഥലത്ത് പിതാവ് ലൂയിജിയും അമ്മ ജസൂന്തയുടെയും 6 മക്കളിൽ 3-ാമത്തെ സന്താനമായാണ് മരിയ ഗൊരേത്തി ജനിച്ചത്. മരിയ തെരേസ ഗൊരേത്തി എന്നായിരുന്നു ബാല്യകാലത്തിലെ മുഴുവൻ പേര്. ദരിദ്ര കർഷക കുടുംബമായിരുന്നു മരിയയുടേത്. തൻ്റെ മാതാവിനെ വീട്ടുവേലകളിൽ സഹായിച്ചുകൊണ്ടുള്ള വളരെ ദുരിതപൂർണമായ ബാല്യമായിരുന്നു വിശുദ്ധയുടേത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിരുന്നില്ല എങ്കിലും ചെറുപ്രായത്തിൽ തന്നെ ക്രിസ്തീയ നന്മകളിൽ വിശുദ്ധ അടിയുറച്ചു വളർന്നു. അങ്ങനെയിരിക്കെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാവുകയും കൃഷിസ്ഥലമെല്ലാം വിറ്റ് മറ്റുള്ള കർഷകർക്ക് വേണ്ടി പണിയെടുക്കുവാൻ വിശുദ്ധയുടെ കുടുംബം നിർബന്ധിതരായി. കുടുംബത്തിനു വേണ്ടി രാപ്പകലില്ലാതെ മരിയയുടെ അമ്മയും പിതാവും കൃഷിസ്ഥലത്ത് പണിയെടുത്തു. അധികം താമസിയാതെ ആ കുടുംബത്തിൻ്റെ നാഥൻ മരിയയുടെ പിതാവ് ലൂയിജി മലേറിയ പിടിപെട്ട് മരണമടഞ്ഞു. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ സ്ഥിതി ഒന്നുകൂടി മോശമായി. അമ്മയും സഹോദരങ്ങളും പാടത്ത് പണിയെടുക്കുമ്പോൾ മരിയ വീട് വൃത്തിയാക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും സഹോദരങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്യുമായിരുന്നു. കഷ്ടത നിറഞ്ഞ ജീവിതമായിരുന്നുവെങ്കിലും മരിയയും കുടുംബാംഗങ്ങളും സ്നേഹത്തോടും ദൈവവിശ്വാസത്തോടും ജീവിച്ചു പോന്നു. 11-ാമത്തെ വയസ്സിൽ മരിയ പ്രഥമ ദിവ്യകാരുണ സ്വീകരണം നടത്തി. ഇതിനിടയിൽ അവർ ലീഫറി എന്ന സ്ഥലത്തേക്ക് താമസം മാറി. അവരോടൊപ്പം ജിയോവന്നി എന്ന കർഷകനും അദ്ദേഹത്തിൻ്റെ മക്കളായ ഗ്യാസ്പറും അലക്സാൻഡ്രോയും അടങ്ങിയ ഒരു കർഷക കുടുംബം കൂടി താമസിച്ചിരുന്നു. ആ കുടുംബത്തിലെ അംഗമായ അലക്സാൻഡ്രോ പല പ്രാവശ്യം മരിയയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവൾ ധീരമായി ആ ഉപദ്രവത്തിൽ നിന്ന് ചെറുത്തു നിന്നു. ഒരു ദിവസം വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് വസ്ത്രം തുന്നിക്കൊണ്ടിരുന്ന മരിയയെ അലക്സാൻഡ്രോ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാൻ നിർബന്ധിച്ചു. ഇല്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ മരിയ അയാൾ ചെയ്യാൻ പോകുന്നത് പാപമാണെന്നും നരകത്തിൽ പോകുമെന്നും പറഞ്ഞ് അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ കീഴ്പ്പെടുന്നതിനേക്കാൾ മരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് മരിയ പറഞ്ഞപ്പോൾ അയാൾ 11 തവണ മരിയയെ കടാര കൊണ്ട് കുത്തി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മരിയയെ വീണ്ടും 3 തവണ കുത്തി. ആ സമയത്ത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മരിയയുടെ അനിയത്തി തെരേസ ബഹളം കേട്ട് ഉണർന്ന് നിലവിളിച്ചു. അത് കേട്ട് ഓടിയെത്തിയ ജിയോവന്നിയും അസൂന്തയും ചേർന്ന് മരിയയെ ആശുപത്രിയിലെത്തിച്ചു. അനസ്തേഷ്യ നൽകാതെ അവളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. ശസ്ത്രക്രിയക്കിടയിൽ അവൾക്ക് ബോധം വന്നു. അപ്പോൾ ആ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് അവളോട് പറഞ്ഞു, മരിയ പരദൂസായിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കുക. അപ്പോൾ മരിയ പറഞ്ഞു, ആരറിഞ്ഞു നമ്മളിൽ ആരായിരിക്കും ആദ്യം അവിടെ എത്തുക. അപ്പോൾ അത് നീയായിരിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തോട് മരിയ പ്രതിവദിച്ചു, എങ്കിൽ തീർച്ചയായും ഞാൻ താങ്കളെ സ്മരിക്കും. 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മരിയ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് അവളുടെ ആത്മീയ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അലക്സാൻഡ്രോയ്ക്ക് മാപ്പ് കൊടുക്കുകയും അയാളെ തനിക്ക് സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ അലക്സാൻഡ്രോ ഉടൻ തന്നെ പിടിക്കപ്പെടുകയും 30 വർഷത്തെ ജയിൽവാസത്തിന് വിധിക്കപ്പെടുകയും ചെയ്തു. ജയിലിൽ മൗനിയായി കഴിഞ്ഞിരുന്ന അലക്സാൻഡ്രോ ആയിടെ അവിടെ സന്ദർശനത്തിനായി ചെന്ന മോൺസിഞ്ഞോർ ജിയോവന്നി ബ്ലാന്തിനി എന്ന ബിഷപ്പിനെ കാണാനിടയായി. അതിനുശേഷം അലക്സാൻഡ്രോ ബിഷപ്പിന് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഒരു കത്തെഴുതി. ആ കത്തിൽ താൻ കണ്ട ഒരു സ്വപ്നത്തെപ്പറ്റി കുറിച്ചിരുന്നു. സ്വപ്നത്തിൽ മരിയ തനിക്ക് ലില്ലിപ്പൂക്കൾ തരുന്നതായും ആ ലില്ലിപ്പൂക്കൾ തൻ്റെ കയ്യിലിരുന്ന് കത്തി എരിയുന്നതായും കണ്ടുവെന്ന് എഴുതിയിരുന്നു. ഇത് അലക്സാൻഡ്രോയുടെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ജയിലിൽ ശിക്ഷ കഴിഞ്ഞു വന്ന അലക്സാൻഡ്രോ മരിയയുടെ അമ്മയായ അസൂന്തയെ കാണുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. മരണശയ്യയിൽ വെച്ച് മകൾ അയാൾക്ക് മാപ്പ് കൊടുത്തുവെങ്കിൽ തനിക്കും കൊടുക്കാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് അസൂന്ത അയാൾക്ക് മാപ്പ് നൽകി. അന്ന് തന്നെ അവർ ഒരുമിച്ച് കുർബാന അർപ്പിക്കുകയും ഈശോയെ സ്വീകരിക്കുകയും ചെയ്തു. 1947 ഏപ്രിൽ 27 മരിയയെ 12-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം 1950 ജൂൺ 24 12-ാം പിയൂസ് മാർപ്പാപ്പ മരിയയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. ഈ 2 ചടങ്ങുകളിലും മരിയയുടെ അമ്മയും 4 സഹോദരന്മാരും പങ്കെടുത്തു. തൻ്റെ മകളെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ അമ്മയായിരുന്നു അസൂന്ത. അവരോടൊപ്പം അലക്സാൻഡ്രോയും ചടങ്ങിൽ പങ്കെടുത്തു. ചരിത്രത്തിൽ ആദ്യമായി വത്തിക്കാനിലെ ചടങ്ങുകൾ അന്ന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിന് മുമ്പിലുള്ള തുറന്ന സ്ഥലത്ത് വെച്ച് നടത്തപ്പെട്ടു. വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ഭൗതിക ശരീരം തെക്കൻ റോമയിലെ ഒരു ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു.